നമസ്കാരം ആർപി. നമസ്കാരം. ഇവിടെ അഹമ്മദാബാദ് ബോംബ് സ്ഫോടനം 2028 ബോംബ് സ്ഫോടനം സംബന്ധിച്ച് 38 പ്രതികൾക്ക് വധശിക്ഷ വിധിച്ച വിചാരണ കോടതി വിധി ഗുജറാത്ത് ഹൈക്കോടതി സ്ഥിരീകരിച്ചു. നഷ്ടപരിഹാരം നീട്ടി നൽകുക, ജീവപര്യന്തം, ഇതെല്ലാം അതിൻ്റെ ഭാഗമായി തന്നെയുണ്ട്. പക്ഷേ ഇതിൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഇതൊരു അകത്തക്കോളം വാർത്തയായി കൊടുത്തു എന്ന് മാത്രമല്ല, ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള 4 മലയാളികൾ, 3 പേർക്ക് വധശിക്ഷ, ഒരാൾക്ക് ജീവപര്യന്തം. ഈ പേരുകൾ മലയാളികളാണെന്നുള്ളൊരു ഭാവമേ അവർ കാണിക്കുന്നില്ല. പ്രത്യേകിച്ച് അതിലൊരു ഇരട്ട സഹോദരങ്ങളുണ്ട്. ഒരു ഷാദിൽ, അയാളുടെ ഒരു ഇരട്ട സഹോദരൻ. ഇവർ രണ്ടുപേരും ഈരാറ്റുപേട്ട എന്നുള്ള പ്രദേശത്ത് നിന്നാണ് വരുന്നതെന്നുള്ള വിവരം അവർ പറയുന്നതേയില്ല. എങ്ങനെ കാണുന്നു ഇതിനെ? അല്ല, ഇത് എനിക്ക് ഇതിനകത്ത് യാതൊരു അത്ഭുതവും ഇല്ല. ഇപ്പൊ തടിയന്റെ കൂടെ നസീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്കറിയാം? അബ്ദുൾ റാഷിദ് അബ്ദുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്കറിയാം? ഇപ്പോ അങ്ങനെ നിരവധി ആൾക്കാരുണ്ട്. ഇവരെല്ലാം കടുത്ത രാജ്യദ്രോഹികളും രാജ്യത്തിനെതിരെ വലിയ തോതിലൊരു എന്താ പറയുക, യുദ്ധം ചെയ്യാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്ത ആളാണ് ഈ റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തി. അയാള് എനിക്ക് തോന്നുന്നത് 2016 തോന്നുന്നു. 2016 ഇയാൾ 20 പേരുമായിട്ട് കേരളം വിട്ട് ISC പോയി ചേർന്നത്. ഓർമ്മയുണ്ടല്ലോ, മിഷ ഫാത്തിമയൊക്കെ ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട. ഇയാളുടെ ഫോൺ സംഭാഷണം ഇപ്പോഴും നമ്മളുടെ ഇതിൽ യൂട്യൂബിലും ഒക്കെ കിടപ്പുണ്ട്. ഇയാൾ പറയുന്നത് തൃശ്ശൂർ പൂരം പോലെയുള്ള പൂരമില്ല, ഇതുപോലുള്ള പരിപാടി, എന്തൊക്കെ വൃത്തികെട്ട പരിപാടികളാണ് അവിടെ നടക്കുന്നത്. അതിലേക്ക് ട്രക്കൊക്കെ ഓടിച്ചു കയറ്റി ആൾക്കാരെ കൊന്ന് നിങ്ങളുടെ ഒരു ശക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കഴിവ്, അത് കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ എടുക്കുന്ന കാര്യം ഞാൻ ആലോചിക്കാമെന്നൊക്കെ ഇയാൾ പച്ച മലയാളത്തിൽ പറയുന്നത്. അപ്പൊ പക്ഷെ ഇതൊന്നും ഇവിടെ കേരളത്തിൽ ചർച്ചാ വിഷയമാണ്. ഇപ്പൊ താങ്കൾ പറഞ്ഞ ഈ ഷിബിലി ഷാദുലി പറയുന്ന ഈ 2 പേര് ഇവന്മാര് ഇരട്ടകളാണ്. ഇവരെ അറസ്റ്റ് ചെയ്തത് ഇവര് കേരളത്തിൽ നിന്ന് ബറോഡയ്ക്കോ മറ്റോ പോകുന്ന വഴിക്കാണ് പോലീസ് അറസ്റ്റ്. അപ്പൊ അറസ്റ്റ് ചെയ്തപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഗുജറാത്തിൽ താമസിച്ചിരുന്ന അല്ലെങ്കിൽ ഇവരെ അങ്ങനെ പരിചയമുള്ളവർക്കൊക്കെ വലിയ അത്ഭുതമായിരുന്നു. കാരണം വളരെ സാധാരണക്കാരെന്ന് തോന്നുന്ന, വളരെ നിസ്സാരം ആയിട്ടുള്ള വെറും വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ ആൾക്കാർ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ 2 പേര്, അവർ ചെറിയ മീനുകളല്ല, വലിയ മാസ്റ്റർ മൈൻഡാണ്. ഇവരാണ് ഇതിലെ ഈ 2007 ഈ ക്യാമ്പില് വാഗമണ്ണില് ഷിബിലി എന്ന് പറയുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ. ഇയാൾ ബിടെക്കുകാരനാണ്. ഇയാളുടെ ബ്രദറിന് കമ്പ്യൂട്ടർ ഡിപ്ലോമയും ഒക്കെ ഉണ്ട്. പക്ഷെ ഇയാൾ ബിടെക്കുകാരനാണ്. ഇയാളായിരുന്നു പ്രധാന ഇൻസ്ട്രക്ടർ ഈ ക്യാമ്പില്. അപ്പോ ഇയാളുടെ കൂടെയുള്ള ഇയാളുടെ സഹോദരനാണ് ബാക്കി കാര്യങ്ങളെല്ലാം ഒപ്പിച്ചു കൊടുത്തത്, ഷാദുൾ. ഇവർക്ക് കൃത്യമായിട്ട് പാകിസ്ഥാനിലുള്ളവരുമായിട്ടും അതുപോലെയുള്ള ചില ബന്ധങ്ങൾ ഇവർക്ക് അന്ന് മുതലേ ഉണ്ട്. അവരാണ് പോയിട്ട് ഈ ഗുജറാത്തിൽ ഈ ഒരു പ്ലാനിങ്ങിന്, സ്ഫോടനത്തിന് വലിയ പ്ലാൻ നടത്തുന്നത്. ഇതും ചെറിയ, മനോജ് അത് ഓർക്കണം, ഇത് ഒരു ചെറിയ സംഭവമല്ല. ഇത്രയും ആൾക്കാരെ കൊന്ന കേസ് 56 പേരാണ് കൊല്ലപ്പെട്ടത്. 56 പേരാ വന്നത്. ഇത് മാത്രമായിരുന്നില്ല എന്ന് കോടതിയുടെ നിരീക്ഷണങ്ങളിലുണ്ട്. കോടതിയുടെ ഒരു ജഡ്ജ്മെന്റ് 2022 വന്നതാണ്. ഇപ്പൊ അത് ശരിവെച്ചതാ. അപ്പൊ ആ ജഡ്ജ്മെന്റ് 7000 പേജോ മറ്റോ ഉണ്ട്. ആ ജഡ്ജ്മെന്റ് പറയുന്നത് ഇതിനൊക്കെ അപ്പുറമുള്ള 2 ആശുപത്രികൾ തകർക്കാൻ ഇവർക്ക് പ്ലാൻ ഉണ്ടായി. ഈ പരിക്കേറ്റവരെ കൊണ്ടു ചെല്ലുന്ന ആശുപത്രികൾ ഇത് സിറിയയിലും ഒക്കെ നടക്കുന്നതാണ്. അതായത് അൽഖ്വയ്ദയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥിരം ടാക്ടിക്സ് ആണ്. അതായത് ഒരിടത്തെ സ്ഫോടനം, ആ സ്ഫോടനത്തിന് അടുത്തുള്ളിടത്തേക്ക് ആശുപത്രിയിലേക്ക് ആൾക്കാരെ എത്തിക്കുമ്പോൾ അവിടെ വീണ്ടും സ്ഫോടനം ഉണ്ടാക്കുക. അപ്പൊ ഇത് ഇവരുടെ ഒരു കൃത്യമായ പ്ലാൻ. ഇതിനൊക്കെ ഒരു ഇന്റർനാഷണൽ ഒരു മുദ്ര അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റാമ്പ് ഉണ്ട്. ഇത് വളരെ കൃത്യമായ ഒരു നെറ്റ്വർക്ക് പ്ലാൻ ചെയ്ത്. അപ്പൊ 2 ആശുപത്രികൾ, അതേപോലെ നരേന്ദ്രമോദി അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. നരേന്ദ്രമോദിയെ അമിത്ഷായും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണങ്ങൾ. അപ്പൊ ഇതെല്ലാം ഇവർ പ്ലാൻ ചെയ്തിരുന്നു. ഒരുപക്ഷെ ഈ ബ്ലാസ്റ്റ് കഴിഞ്ഞ് ഇവർക്ക് സമയം കിട്ടിയിരുന്നെങ്കിൽ ഇവർ ഒരുപക്ഷെ ഇത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമായിരുന്നു. തീർച്ചയായിട്ടും. പക്ഷേ ഗുജറാത്ത് പോലീസ് മൾട്ടി ഏജൻസി ഒരു സ്പെഷ്യൽ ടീമിനെയൊക്കെ വെച്ച് ഗംഭീര അന്വേഷണമാണ് നടത്തിയത്. അങ്ങനെയാണ് ഇവർ കുടുങ്ങുന്നത്. ഇത് കുടുങ്ങിയിട്ട് പോലും കേരളത്തിൽ ഇത് വാർത്തയായിട്ടില്ല ഇപ്പോഴും. ഇപ്പം ഇന്ന് മനോജ് പറഞ്ഞ പോലെ ഇന്നലെ കോടതി വിധി വന്നു, അത് വാർത്തയിൽ വന്നു എന്നല്ലാതെ ഈ പേരുകൾ ആരാണ്, എവിടുന്നുള്ളവരാണ്, ഇവരെന്താണ് ചെയ്തത്, ഇവരെത്ര കൊടും ഭീകരരാണ് എന്നുള്ളതൊന്നും ഇവിടെ
സായാഹ്ന ചർച്ചയിൽ വന്നിട്ടില്ല. അത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു പ്ലാനിങ് ആണ്. RP പറഞ്ഞതിൽ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. കാരണം ഇവരുടെ പ്രായം കണ്ടാൽ ഇവർ കോളേജ് വിദ്യാർത്ഥികളാണെന്ന് തോന്നുമില്ല. ഇത് നടക്കുന്ന സമയത്ത് ഈ ഇരട്ട സഹോദരങ്ങൾക്ക് 23-22 വയസ്സേ ഉള്ളൂ എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. അത്ര ചെറുപ്പത്തിൽ തന്നെ ഇത്ര വിപുലമായിട്ടുള്ളൊരു ട്രെയിനിങ് ഒക്കെ നേടി, ട്രെയിനിങ് നേടുക മാത്രമല്ല, ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യുന്നു, ട്രെയിനിങ് കൊടുക്കുകയും പരിശീലനം നൽകുകയും ചെയ്യും. കൊടും ഭീകരരായിരിക്കും ഇവര് മാറുമായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ്. അപ്പൊ ഇതിനകത്ത് ഈ കേസിൽ വേറൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. 28 പേരെ വെറുതെ വിട്ടിട്ട്. അതെ, അത് 78 പേരുടെ ആയിരുന്നു വിചാരണ തുടങ്ങിയിരുന്നത്. തെളിവില്ലാത്തത് കൊണ്ട് 28 പേരെ വെറുതെ വിട്ടിട്ടുണ്ട്. ആ 28ലും മലയാളിയുണ്ട്. മനസ്സിലായില്ല? 28ലും മലയാളിയുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, പക്ഷെ ആ 28ലും മലയാളിയുണ്ട്. അപ്പൊ ഇത് ചെറിയ കാര്യമല്ല. പക്ഷെ ഇത് ഇവിടെ കേരളത്തിൽ ചർച്ചയാവാതെ കേരളത്തിൽ എന്തൊക്കെയോ നമ്മളൊരു വേറൊരു പാരലൽ വേൾഡിൽ ജീവിക്കുന്നതായിട്ട് വരുത്തി തീർക്കുകയാണ്. പക്ഷെ മലയാളികള് കൃത്യമായ കൊടും ഭീകരരും മലയാളികളുണ്ട്. ഇനി ഒരു കാര്യം കൊണ്ട് ഞാനത് ഇപ്പോഴാണ് ഓർത്ത്, അതായത് നമ്മുടെ ഈ ഒരു സംഭവം നടക്കുന്ന 2007-2008 വാഗമണ് സംഭവം. ആ സമയത്ത് തന്നെ വേറൊരു ഗ്രൂപ്പ്, ഇത് ഇവർ വിദേശവുമായിട്ട് ഡയറക്റ്റായിട്ട് ഇവർക്ക് ബന്ധമുള്ള ആ ഗ്രൂപ്പാണ്. മറ്റേത് LET, ലഷ്കർ ഇ തോയ്ബയുടെ ഗ്രൂപ്പ്. നേരത്തെ നമ്മൾ ഈ പറഞ്ഞ ഈരാറ്റുപേട്ട സഹോദരന്മാര് സിമിയാണ് ഇതിന്റെ എല്ലാം തുടക്കമായിട്ട് നിന്ന് കുറെ പേരെ അതിലേക്ക് നമുക്ക് വരാം, വിശദമായിട്ട് അവിടെ ചർച്ച ചെയ്യാം. അതെ. അപ്പോൾ അത് കൂടാതെ ലഷ്കർ ഇ തോയ്ബയുടെ വേറൊരു റിക്രൂട്ട്മെന്റ് മോഡൽ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മലയാളികളായ കുറേ പേര് ഇവിടെ നിന്ന് കശ്മീർ വഴി പാകിസ്ഥാനിലേക്ക് കടക്കാൻ പോവുകയും അവിടെ വെച്ച് ഇന്ത്യൻ സേനയുടെ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവം. ഇവര് ലഷ്കർ ഇ തോയ്ബയുടെ ട്രെയിനിങ് ക്യാമ്പ്, പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീരിൽ നടക്കുന്ന ലഷ്കർ ഇ തോയ്ബയുടെ ട്രെയിനിങ് ക്യാമ്പിൽ പരിശീലനം എടുക്കാൻ വേണ്ടി ഈ കേരളത്തിൽ നിന്ന് ഓൾ ദ വേ കശ്മീർ വരെ POKയിലേക്ക് പോവുകയാണ്. അപ്പൊ ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല. കൃത്യമായ പ്ലാനിങ്ങും കൃത്യമായ നെറ്റ്വർക്കും ഉണ്ട്. ഇതിൽ ഈ മുഹമ്മദ് ഫയാസ് എന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് 3-4 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിലൊരു അബ്ദുൾ വഹാബ്, അയാൾ ഇത് കണ്ട് പേടിച്ചിട്ട് അയാൾ തിരിച്ചു പോന്നു. അയാളും അറസ്റ്റിലായി, ഇപ്പൊ ജയിലിൽ കിടക്കുകയാണ്. അപ്പൊ ഒരുത്തം മാത്രം രക്ഷപ്പെട്ടു, ബാക്കി എല്ലാവരും കൊല്ലപ്പെട്ടു. ഇതിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കശ്മീരിലെ ഭീകരവാദത്തിൻ്റെ ചരിത്രത്തിൽ, ഭീകരതയുടെ ചരിത്രത്തിൽ കശ്മീരികളല്ലാത്ത ഇന്ത്യക്കാരാരെങ്കിലും ഇന്ത്യൻ സെക്യൂരിറ്റി ഫോഴ്സസിൻ്റെ തോക്കിൽ വീണിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് വെടിവെച്ച് അവരോട് ഏറ്റുമുട്ടലിന് ചെന്നിട്ടുണ്ടെങ്കിൽ അത് മലയാളികൾ മാത്രമാണ്. കശ്മീരി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് അവിടെ വിഘടനവാദവും ഭീകരവാദവും നടത്തുന്നത്. അല്ലെങ്കിൽ പാകിസ്ഥാൻ സഹായിക്കാൻ പാകിസ്ഥാനിൽ നിന്നുള്ളവരും ഉണ്ട്. പക്ഷേ ഭാരതത്തിന്റെ മറ്റു പ്രദേശങ്ങൾ, പഞ്ചാബിന്നോ ആസാമിന്നോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിന്നോ ഒന്നും ഇന്ത്യക്കാരവിടെ പോയിട്ട് ഇന്ത്യൻ സേനയോട് ഏറ്റുമുട്ടിയിട്ടില്ല. മലയാളികളാണ് അവിടെ. അപ്പൊ അതും മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന കാര്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ ഇത് നമ്മൾ ഈ പുറമേ കാണുന്ന കാര്യങ്ങളൊന്നും അല്ല ഇവിടെ നടക്കുന്നത്. വാഗമണ്ണ് പോലെ ഒരു കാര്യം, തടിയൻ്റെ അവിടെ നസീർ, ഈ പറയുന്ന കശ്മീർ വഴി പാകിസ്ഥാനിലേക്ക് പോകാൻ ശ്രമിച്ചവരുടെ പിന്നിലുള്ള ഗോഡ് ഫാദർ എന്ന് പറയുന്ന ഈ തടിയൻ്റെ അവിടെ നസീർ ആയിരുന്നു. ഇവരുടെയൊക്കെ ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ ISIയുടെ ഏറ്റവും ടോപ്പ് ലെവൽ ആൾക്കാരുമായിട്ടുള്ള ബന്ധമാണ്. അപ്പൊ ഇതൊന്നും ചെറിയ കാര്യമല്ല. രാജ്യത്തിനെതിരെ അതിശക്തമായ മൂവ്മെന്റ് ആണ് ഇവരെല്ലാം നടത്തിയത്. ശിക്ഷയ്ക്ക് പൂർണ്ണമായിട്ട് അർഹരുമാണ്. തീർച്ചയായിട്ടും. RP നേരത്തെ സിമിയുടെ കാര്യം പറഞ്ഞിരുന്നു. സിമിയുടെ കാര്യം ഒന്ന് പരിശോധിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ഭീകരവാദ സംഘടനകൾ അല്ലെങ്കിൽ അതിനനുകൂല മനോഭാവവുമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളെന്ന് പറയുമ്പോൾ നിരോധിച്ച NDF പോലും ഇപ്പോഴും പലപ്പോഴും വരാറുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ മദനിയുടെ പഴയ ISS വരെ ഇപ്പോഴും പലപ്പോഴും ചർച്ചയിൽ വരാറുണ്ട്. ഈ സിമി വളരെ നിഗൂഢമായി കിടക്കുന്ന, കേന്ദ്ര സർക്കാർ ഇപ്പോഴും നിരോധനം തുടരുന്നൊരു സംഘടനയാണ്. പക്ഷേ അതിൽ നിന്നാണ് ഒരു കാലത്ത് ഒരുപക്ഷെ 2000-ന്റെ തുടക്കങ്ങളിൽ ഭാരതത്തെ ഏറ്റവും കൂടുതൽ വിറപ്പിച്ച ഒരു ഭീകര സംഘടന ഉണ്ടായി വന്നത് ഇന്ത്യൻ മുജാഹിദീൻ. എന്തുകൊണ്ടാണ് അവരുടെ ഈ ഒരു രഹസ്യാത്മക സ്വഭാവം? പരിശീലനത്തിൻ്റെ കൂടുതൽ കൊണ്ടാണോ പാകിസ്ഥാനിൽ നിന്നുള്ള, അതോ പുതിയ രീതിയിൽ ഈ പറഞ്ഞതുപോലെ യുവാക്കൾ വന്ന ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അത്തരത്തിൽ? കേരളത്തിലായിരുന്നു അതിൻ്റെ ഒരു പ്രധാന
ആസ്ഥാനമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് RP അതിനെ നോക്കിക്കാണുന്നത്? കേരളത്തിലും ഉണ്ട്, യുപിയിലും സിമി വളരെ ആക്റ്റീവ് ആയിരുന്നു. ഭാരതത്തിന്റെ മോചനം ഇസ്ലാമിലൂടെ പറഞ്ഞു ഇവിടുത്തെ മതിലുകളിലൊക്കെ എഴുതി വെക്കുകയൊക്കെ ചെയ്തു. ഇപ്പോ ഇക്കാലത്ത് അത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷെ അന്ന് സിമി അങ്ങനെ ഒരു പൊതുജന ശ്രദ്ധയിലേക്ക് വരുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് മനോജ്, സിമിക്ക് ഈ മറ്റ് മുസ്ലിം തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായിട്ട് ഒരു വ്യത്യാസമുണ്ട്. ഞാൻ അതിലേക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് സിമി ആയാലും ISS ആയാലും അല്ലെങ്കിൽ NDF ആയാലും ഇതൊരു മനോഭാവമാണ്. ഇതൊരു മനോഭാവമാണ്. പേരുകൾ ഇങ്ങനെ മാറുമെങ്കിലും ഇതിന്റെ ആശയവും ഇന്ത്യ വിരുദ്ധതയും എല്ലാം ഒന്നാണ്. അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. തീർച്ചയായിട്ടും. ഇനി ഇതിനകത്ത് പലതും ഈ പറയുന്ന പോലെ മദനിയുടെ ഒരു പേട്രണേജിൽ ISS ഉണ്ടായി, വലിയ നാടകം പോലെ അല്ലേ, വലിയ ആൾക്കാരെ ബൗൺസറൊക്കെ വെച്ചൊരു. പക്ഷെ അതൊന്നും അധികം നാൾ മുമ്പോട്ട് പോയില്ല. അതുപോലെ മറ്റു പല സംഘടനകളും ഇതുപോലെ പ്രാദേശികമായിട്ടും ഒക്കെ ഇസ്ലാമിക തീവ്രവാദ ബന്ധമുള്ള അല്ലെങ്കിൽ അവരോട് അനുകൂല മനോഭാവമുള്ള സംഘടനകൾ ഉണ്ടായിട്ടും അവർ പോയിട്ടില്ല അധികം മുമ്പ്. പക്ഷെ സിമി അങ്ങനെയല്ല. സിമി വളരെ കൃത്യമായി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വളരാൻ ശ്രമിച്ച സംഘടനയാണ്. അതുകൊണ്ട് തന്നെ ഒരു നിരോധനം കൊണ്ട് സിമി പൂർണ്ണമായിട്ട് ഇല്ലാതായി എന്നുള്ള വിശ്വാസം എനിക്കില്ല. അത് തീർച്ചയായിട്ടും അത് മറ്റു പല രൂപങ്ങളിൽ, പല ഭാവങ്ങളിൽ, പലയിടത്തും പൊന്തി വരുന്നുണ്ട്, പൊന്തി വരാൻ സാധ്യതയുണ്ട്. ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ട് പലതും. ഇപ്പോഴും നമ്മൾ ഇത് പൂർണ്ണമായിട്ടില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ശക്തമായ നടപടിയെടുക്കുന്ന ഒരു ഭരണകൂടമാണ് മറുവശത്ത് എന്നുള്ളത് കൊണ്ട് മാത്രം അടങ്ങിയിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇതിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല. സിമിയുടെ പ്രവർത്തനത്തിന് നിരോധനം വന്നതോടുകൂടി നിയന്ത്രണം വന്നിട്ടുണ്ട് അവരുടെ ഭാഗത്തുനിന്ന്. അല്ലാതെ ആ സംഘടന നശിച്ചു പോയി എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതെ, ഈ നിരോധനം വന്നപ്പോൾ പോലും അവർ ചെയ്തത് അവരിലൊരു വിഭാഗം പിരിഞ്ഞു പോയാണ് ഇന്ത്യൻ മുജാഹിദീൻ ഉണ്ടാക്കിയത്. അതിലാണ് ഈ മാധ്യമപ്രവർത്തകരുടെ ഏറ്റവും വലിയ ചതി. പലപ്പോഴും അവർ ധ്വനിപ്പിക്കുന്നത് ഈ ഇന്ത്യൻ മുജാഹിദീൻ എന്നുള്ളത് കശ്മീരിൻ്റെ അതിർത്തിക്ക് അപ്പുറത്തോ സ്ഥാപിക്കപ്പെട്ട ഒരു സംഘടനയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സിമിയുടെ മറ്റൊരു ഭാഗം എടുത്ത് പേര് മാറ്റുന്നതല്ലോ. സിമിയുടെ മറ്റൊരു വിഭാഗത്തെ എടുത്താൽ അദ്ദേഹം കുറ്റക്കാരനാണെന്നൊരു കോടതിയും വിധിച്ചിട്ടില്ല. പക്ഷെ സിമിയിൽ നിന്ന് പിരിഞ്ഞു വന്ന ആളുകൾ രാഷ്ട്രീയത്തിൽ വരെ മന്ത്രിമാരായ ചരിത്രം വരെയുണ്ട്. അപ്പോൾ അത്രത്തോളം ഒരു ആസൂത്രിത മനോഭാവം അല്ലെങ്കിൽ ഒരു മാർഗരേഖ അവർക്കുണ്ടായിരുന്നെന്ന് വേണ്ടേ കരുതാൻ. എപ്പോഴും പറയുന്നതാണ്, ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ അന്വേഷിക്കേണ്ട ഒരു കേസാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരെയും ഓരോ ഭാഗത്ത് ഇതിലാരൊക്കെയാണ് സ്ലീപ്പർ സെല്ലുകൾ, ഇതിലാരൊക്കെയാണ് യഥാർത്ഥത്തിൽ മനസ്സ് മാറി അപ്പുറത്തേക്കൊക്കെ പോയവർ എന്നൊന്നും നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്തായാലും ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം മനോജ്, അത് സിമി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കാണുന്ന തീവ്ര ഇസ്ലാമിസ്റ്റ് ഓർഗനൈസേഷൻസിൽ നിന്ന് വ്യത്യസ്തമാണ്. അവരുടെ രീതികളും അവരുടെ സംഘടനാ രീതികൾ, സംഘടനയെ വളർത്തുന്ന രീതികൾ, റിക്രൂട്ട്മെൻറ്റ്, ട്രെയിനിങ്, ഇതൊക്കെ വളരെ വ്യത്യസ്തമാണ്. അതൊക്കെ പൂർണ്ണമായിട്ട് അങ്ങ് തീർന്നു എന്ന് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ ഇനിയിപ്പോൾ ചിലപ്പോൾ അന്വേഷണ ഏജൻസികൾ തന്നെ, കേന്ദ്ര ഏജൻസികൾ എന്തായാലും ഇത് അത്ര നിസ്സാരമായിട്ട് കാണില്ല. ഈ വിധി സ്ഥിരീകരിച്ച് വന്നതോടുകൂടി ഇനി അപ്പീൽ പോകും. കാരണം അവരുടെ കുടുംബം തന്നെ ഒരുങ്ങിയിരിക്കുന്നുണ്ട്. ഹൈക്കോടതി തള്ളി, ഇനി സുപ്രീം കോടതി പോകായിരിക്കും. പക്ഷേ ഈരാറ്റുപേട്ട പോലുള്ള സ്ഥലങ്ങൾ വീണ്ടും ചർച്ചയിലേക്ക് ഉയർന്നു വരികയാണ് ദേശീയ തലത്തിലെങ്കിലും. അത് പലർക്കും വലിയ അസ്വസ്ഥതയാണ്. അതെ, ഈരാറ്റുപേട്ടയിലെ സ്നേഹത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ റീലുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. ഈരാറ്റുപേട്ടക്കാരായ രണ്ട് ഇരട്ടകൾ ഇത്രയും വലിയൊരു ശൃംഖല പ്ലാൻ ചെയ്ത അറ്റാക്കിന്റെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. ഇപ്പൊ ഇവരാണ് ഇത് 21 ബോംബുകളോ മറ്റോ പൊട്ടിയത്. അപ്പൊ ഇവര് ബോംബ് മേക്കേഴ്സ് ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇവരാണ് ഇതെല്ലാം ചെയ്തത്. എക്സിക്യൂഷണേഴ്സ്, പ്ലാനേഴ്സ് ആണ് അവര്. പ്ലാനേഴ്സും ട്രെയിനേഴ്സുമാണ്. അത് അത്രയും അപകടകാരികൾ ഈരാറ്റുപേട്ടയിൽ നിന്ന്, അതും 2008 അപ്പോൾ വരുമ്പോൾ പിന്നെ നമുക്ക് PC ജോർജിനെ ഇങ്ങനെ തെറി നടക്കാം എന്നുള്ളതല്ലാതെ എന്ത് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ സംഭവം കൂടുതൽ വികസിക്കുന്നതിനനുസരിച്ച് വീണ്ടും ഈ ഒരു ചർച്ചയ്ക്ക് നമുക്ക് ഈ വിഷയം എടുക്കേണ്ടി വരും. RP, എന്തായാലും വളരെ നന്ദി. വീണ്ടും കാണാം. നന്ദി.